ഗുഡ് മോർണിംഗ്. ഈശ്വരമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? അങ്ങനെ അങ്ങ് പോകുന്നു എന്ന് പറയുന്നവരൊക്കെയുണ്ട്. സാരമില്ല, അങ്ങനെ അങ്ങ് പോകുന്നില്ല. നമുക്ക് സന്തോഷമായിട്ടിരിക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം, അല്ലേ? സന്തോഷത്തോടെ ഇരിക്കാനല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനോഹരമായ പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ് ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്നലെ എനിക്ക് വചനം പങ്കുവയ്ക്കുവാനായിട്ട് നിങ്ങളുമായി വചനം പങ്കുവയ്ക്കാനായിട്ട് സാധിച്ചില്ല. കാരണം ഇന്നലെ ഒരു യാത്രയിലായിരുന്നു. ആ സമയത്ത് നവംബർ മാസം 24-ാം തീയതി പഠിച്ച വചനം പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനമായിരുന്നു. 3-ാം അധ്യായം 10-ാം വചനം, ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് നാവിനെയും അധരം വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. ഇതായിരുന്നു നാം 24-ാം തീയതി പഠിച്ച വചനം. ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനമാണ്. വചനം നമുക്കെല്ലാം സുപരിചിതമാണ്. അത് നാവിനെക്കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവ് വളരെ മോശമാകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ലോകത്തുണ്ട്. നമ്മുടെ നാവിനെ നാം വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. അത് ഒരുപക്ഷെ നമ്മുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം നല്ല രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതം അല്ലെങ്കിൽ ഒരു ദേശത്തെ, ഒരു കുടുംബത്തെ ഒക്കെ നശിപ്പിക്കാനും സാധിക്കും. പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധിക്കാം ഈ വചനത്തെ. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനം, നാവ് തീയാണ്. നാവ് തീയാണ്. അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നാവ് തീയാണ്. അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവനെയും നശിപ്പിക്കുന്നു. നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവനെയും നശിപ്പിക്കുന്നു. സൂക്ഷിക്കണം. അതുകൊണ്ട് നാവിനെ വളരെയധികം സൂക്ഷിക്കണം. The letter of St. James chapter 3 verse 6 says, the tongue is a fire. The tongue is placed among our members as a world of iniquity. It stains the whole body. It stains the whole body. നമ്മുടെ ശരീരം മുഴുവൻ നശിപ്പിക്കാൻ ഉതകുന്ന ഒന്നാണ് നാവ്. അതുകൊണ്ട് ശരീരത്തെ നശിപ്പിക്കാതിരിക്കാനായിട്ട് അത് നാവ് ദുരുപയോഗിക്കുമ്പോൾ നമ്മുടെയും അപരൻ്റെയും ശരീരവും മനസ്സും അവൻ്റെ കുടുംബവും ആ ദേശവും ഒക്കെ നശിക്കാനിടയാവും. അതായത് നമ്മുടെ സറൗണ്ടിങ്സ് മുഴുവൻ ഒരു മോശം കാലാവസ്ഥയിലേക്ക്, സിറ്റുവേഷൻസിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നാവിന് സാധിക്കും. അതുകൊണ്ട് നല്ലൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നാവ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം ഇന്നത്തെ ദിവസത്തെ സംസാരം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇന്ന് നല്ലത് പറയുക, നല്ലത് പറഞ്ഞ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, അവരിലേക്ക് പോസിറ്റീവ് എനർജി, ദൈവത്തിൻ്റെ സന്ദേശം, ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സന്തോഷം, ഈശോയുടെ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ആമേൻ.